നമ്മൾ ആര് കപ്പടിക്കുന്നു നിങ്ങൾ വിചാരിച്ചോ അയാൾക്ക് കപ്പ് കൊടുക്കത്തില്ല. അത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, ജനങ്ങളെ മണ്ടരാക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. വോട്ട് കയറ്റി കൊടുക്കുന്ന ഗ്രൂപ്പാണ്. ഞാൻ ഇവിടെ വായിക്കാം, സൈഡിൽ വെക്കാം, വ്യക്തമാവുന്ന അത് ക്ലിയർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം. ഒരു 16 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് പോകാൻ ആകപ്പാട് അതിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ പൈസകളാണ്. അപ്പോൾ 14 ലക്ഷം കൊടുത്തിട്ട് പോയി അതിൽ നിന്ന് മേടിക്കുന്ന കപ്പ ലോകത്തെ ഏറ്റവും വലിയ കപ്പൊന്നുമല്ല, ഓസ്കാറൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇവിടെ ലൈവിനകത്ത് ബിന്നിയും അതുപോലെ ആരിനും കൂടെ ചേർന്നിട്ട് 100 എടുത്ത് വോട്ടിങ്ങിൻ്റെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ, വോട്ടിങ്ങിലെ ഈ ഉടായ്പകളെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് സംഭവമുള്ള തന്നെയാണ്. വോട്ടടിച്ച് കയറ്റി കൊടുക്കുന്ന പരിപാടിയുണ്ട്. 2000, 3000 രൂപയൊക്കെ 3000 വോട്ടുകളൊക്കെ മറിക്കുന്നതിന് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ. അത് ഈ ശൈത്യക്ക് ചെയ്ത് കൊടുത്ത അതേ സിസ്റ്റം തന്നെ. 3000 വോട്ട് മറിക്കുന്നതിന് 1.5 ലക്ഷം രൂപ, അങ്ങനെ 1 ലക്ഷം രൂപ, ഇങ്ങനെയുള്ളൊരു എമൗണ്ടാണ്. ഇപ്പം പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. സത്യം തന്നെയാണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് മറിക്കാൻ പറ്റും. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനുവാണ് നിങ്ങൾക്ക് കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വോട്ട് സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് നമ്മളിപ്പം യൂട്യൂബിലാണെങ്കിലും അതുപോലെ ഏഷ്യനെറ്റിൻ്റെ ചാനലിലാണെങ്കിലും ഇത് ബിഗ് ബോസിൻ്റെ എല്ലാ ഈ പ്രൊമോയും അതുപോലെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ഒരുപാട് ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാർ, പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം ഈ സീസൺ 7 അത്രയും റീച്ചല്ല, അത്രയും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ആൾക്കാർ ഈ ഒരു സീസൺ 7 അത്രയും ആൾക്കാർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ഈ പറഞ്ഞിട്ടുള്ള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്നത്ര ഈ വ്യൂസും കാര്യങ്ങളൊന്നും, റീച്ചും TRP ഒന്നും ഈ ഒരു സീസൺ 7-നകത്ത് ഇല്ല. പിന്നെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു ഒരു 10,000, 10,000, 20,000 പേരെ വോട്ട് സ്റ്റാറിലേക്ക് കയറി വോട്ട് ചെയ്യത്തുള്ളൂ. അത്രയും പോലും കാണത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വോട്ട് സ്റ്റാറിനകത്ത് കയറി തന്നെ വോട്ട് ചെയ്യൂ. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും പൈസ മുടക്കിയിട്ട് കാണുന്ന പരിപാടിയില്ല. വോട്ട് സ്റ്റാറൊക്കെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ വോട്ട് സ്റ്റാറിനകത്ത് ലൈവ് കാണുന്നുള്ളൂ. അപ്പോൾ വോട്ട് സ്റ്റാറിൽ കയറിയാൽ മാത്രമേ ഈ സംഭവം വോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കപ്പടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുവിനാണ് എങ്കിൽ ഉറപ്പായിട്ടും വോട്ട് സ്റ്റാറിൽ ചെന്ന് വോട്ട് ചെയ്യുക കേട്ടോ. കാരണം ഡിസർവിങ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് അനുവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ അവസാനം വരെ, കാരണം അത്രയും ബുള്ളിങ്ങും ഡീഗ്രേഡിങ്ങും ഒക്കെ അനുഭവിച്ച ആ അനു തന്നെ കപ്പടിക്കണമെന്നാണ് എനിക്കും ആഗ്രഹം, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വോട്ട് സ്റ്റാറിൽ ചെന്ന് വോട്ട് ചെയ്യുക. പിന്നെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പം ഈ വോട്ടിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം, കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കാം. പിന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മളിപ്പം വിചാരിക്കും പ്രേക്ഷക പിന്തുണ കൂടുതൽ നിൽക്കുന്ന അനുവാണ്, അനുവെ കപ്പടിക്കൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ. അതും കൂടെ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വോട്ട് സ്റ്റാറിൽ ചെന്ന് മാത്രം വോട്ട് ചെയ്യുക. അവിടെ എവിടെയും പോയി ഈ പറഞ്ഞ പോളും കമൻറ്റും അതും വേണം, അത് വേണ്ടെന്നല്ല. പക്ഷേ അത് കണ്ട് നിങ്ങൾ വിലയിരുത്തില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. കാരണം നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കും. അപ്പം മാക്സിമം എത്രത്തോളം വോട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വോട്ട് സ്റ്റാറിൽ ചെന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഐഡിയിൽ നിന്ന് ഓരോ വോട്ടേ ചെയ്യാൻ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരോട് പറയുക വോട്ട് ചെയ്യാനെ കൊണ്ട്. അതേപ്പം പറ്റൂ. കാരണം ഈ PR ടീമുകൾ പൈസ കൊടുത്ത് 10,000, 1000 വോട്ട് കയറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഡെയിലി മിസ് ചെയ്യാതെ വോട്ട് ചെയ്യുക. ഇപ്പോൾ അധികം ദിവസങ്ങൾ കഴിഞ്ഞിപ്പം ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ദിവസത്തെ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ PRകൾ അടിച്ച് കയറ്റുന്ന, അവർക്ക് ഏത് PRനാണോ അവർക്ക് വോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ വോട്ട് അടിച്ച് കയറ്റും. അപ്പം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തീരുമാനിക്കുക PR വിജയിക്കണോ അതോ ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളെ വോട്ടിലാണോ കാര്യം എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കുക. ഇനി ഫിറോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ആര് കപ്പടിക്കുന്നു നിങ്ങൾ വിചാരിച്ചോ അയാൾക്ക് കപ്പ് കൊടുക്കത്തില്ല. അത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, ജനങ്ങളെ മണ്ടരാക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. നിങ്ങൾ എല്ലാ സീസണും എടുത്ത് നോക്ക്. ചില സീസണിൽ മാത്രമാണ്, അതായത് പകലിൻ്റെ സീസണിലൊക്കെ അവർ ഡിസർവ് ആയിട്ട് കൊടുത്ത്, വേറെ സീസണിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, കിട്ടുന്നവർക്കാണോ കിട്ടിയത്. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്രയും എപ്പിസോഡുകൾ കണ്ടതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു 2-3 പേരുണ്ട്. ഇപ്പം ആക്ച്വലി 5 വരെയൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ച പലരും എപ്പോഴോ അവർ ഔട്ടാക്കി കളഞ്ഞിരിക്കുന്നു. ഈ ജനങ്ങളിങ്ങനെ മണ്ടരാക്കുമ്പോഴാണ് നമുക്ക്
ഒരു പ്രയാസം. കാരണം ഒരുപാട് പേരിരുന്ന് വോട്ട് കൊടുത്ത് വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്നത്. ഒരിക്കലും വോട്ടിൻ്റെ പേരിലൊന്നും അല്ല വിജയിക്കുന്നത്. മനസ്സിലാക്കണം. വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്നത്, വേറെ പലരും വിജയിക്കേണ്ടതാണ്. പിന്നെ PR വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടുള്ളത്, ജനങ്ങൾ മണ്ടന്മാരാവുന്നിടത്താണ് PR വിജയിക്കുന്നത്. കാരണം ജനങ്ങൾ, ഇപ്പം ഞാൻ പ്രോഗ്രാം കണ്ടാൽ എനിക്ക് വിലയിരുത്താനുള്ള കഴിവുണ്ടാവണം, അല്ല മറ്റൊരാൾ പറഞ്ഞ് ഏൽപ്പിക്കരുത് ഇയാളാണ് നല്ലത് മറ്റേ നല്ലതെന്ന് പറയരുത്. പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തിക്കും അവരവർക്ക് തോന്നണം. കേട്ടല്ലോ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം. നമ്മൾ വിചാരിക്കുക, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇന്ന ആളായിരിക്കും, അനുവായിരിക്കും കപ്പടിക്കുന്നത്, അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും കപ്പടിക്കുന്നത്, അല്ലെങ്കിൽ ഷാനവാസ് ആയിരിക്കും കപ്പടിക്കുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷേ സംഭവം നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അതങ്ങനാണ്. കാരണം എല്ലാ സീസണിനകത്തും ഈ ഫിറോസ് പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. എല്ലാ സീസണിനകത്തും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. കാരണം നമ്മൾ പോലും വിചാരിക്കാത്ത ആളായിരിക്കും അവിടെ വിന്നറാവുന്നത്. ഒരു കഴിവില്ലാത്ത ആളായിരിക്കും, ഒരു ഡിസർവിങ് ആയിട്ടുള്ള ആളായിരിക്കും അവിടെ വിന്നറാവുന്നത്. നമ്മൾ ആ ഒരു ചിന്തയിലൂടെ നമ്മളിരിക്കും. ഇത്രയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം പോളിനകത്തെല്ലാം നോക്കാൻ നേരത്തെ ഇന്ന ആളാണ് മുമ്പിൽ. അപ്പം നമ്മൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് അയാൾ വിജയിക്കും എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ കരുതിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനുവായിക്കോട്ടെ, ഇവരായിക്കോട്ടെ, ഇനി വേറെ കണ്ടസ്റ്റൻസ് ആരോ ആയിക്കോട്ടെ, അവർ വിജയിക്കാൻ പോകുന്നില്ല. അതും കൂടെ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് അനുവിനെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ ഹോട്ട്സ്റ്റാറിനകത്ത് കയറി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കി കാര്യം ഇനി വരുന്നിടത്ത് വെച്ച് നമ്മൾ നോക്കുക. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇരട്ടത്താപ്പ് വഴി വിന്നറാവുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുക. പല ഡീഗ്രേഡിങ്ങും ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വോട്ടിങ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഡീഗ്രേഡിങ് ആണ്. കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് PR വഴി ചിലപ്പോൾ ഇത് ഇങ്ങനെയും പറഞ്ഞ് അടിച്ചിറക്കുന്നുണ്ട്. PR നല്ല രീതിയിൽ വോട്ട് കയറ്റി വിടുന്നുണ്ട്. അതുകൊണ്ട് ആരും വോട്ട് ചെയ്യേണ്ട, PR ജയിപ്പിച്ചോളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിറക്കി വിടുന്നത് തന്നെ ചിലപ്പം വോട്ട് സാധാരണപ്പെട്ട ആൾക്കാരെ വോട്ട് അവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കേൾക്കുമ്പോൾ വിചാരിക്കുമല്ലോ, ഞാൻ വോട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു 10 വോട്ട് കയറും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ധാരണയിലിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു കളികളാണ്. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. പിന്നെ ഇത്രയും കുത്തിയിരുന്ന് ലക്ഷക്കണക്കിനും 10,000-കണക്കിനും ആൾക്കാർ വോട്ട് ചെയ്തിട്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ഡിസർവ്ഡ് ആയിട്ടുള്ള ഒരാൾ ജയിച്ചില്ലെങ്കിൽ അതിന് ആടിനെ, ഫിറോസ് പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ ആടാക്കുന്നുള്ള രീതി തന്നെയാണ്. ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതി ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആവുകയാണെങ്കിൽ ഇവിടെ ഫിറോസ് പറയുന്ന കാര്യം കറക്റ്റ് കാര്യം തന്നെയാണ് കേട്ടോ. ഇനി 16 ലക്ഷത്തിൻ്റെ കാര്യം കൂടെ ഫിറോസ് പറയുന്നുണ്ട്, അതും കൂടെ കേട്ട് നോക്കാം. നമുക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാം നമുക്ക് അങ്ങ് ശരിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവരിപ്പോൾ കൊടുക്കാത്ത നമ്മൾ വരുന്നത് കാണുകയില്ല. പക്ഷെ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം. ഒരു 16 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് പോകാൻ ആകപ്പാട് അതിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ പൈസകളാണ്. അപ്പോൾ 14 ലക്ഷം കൊടുത്തിട്ട് പോയി അതിൽ നിന്ന് മേടിക്കുന്ന കപ്പ ലോകത്തെ ഏറ്റവും വലിയ കപ്പൊന്നുമല്ല, ഓസ്കാറൊന്നുമല്ലല്ലോ അത്. അല്ലെങ്കിൽ മുന്നേ കിട്ടിയ പല കണ്ടസ്റ്റൻസിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഒക്കെ കിട്ടിയതാണ് വിന്നറായിട്ടിരിക്കുന്നത്. കഴുതകളും വിന്നറായിട്ടുണ്ട്, സിംഹവും വിന്നറായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആ കപ്പ് കിട്ടിയുണ്ട്. പ്രത്യേകിച്ചൊരു ജനങ്ങൾക്ക് ഞാൻ തന്നെ പറയാതറിയാം. ഒരിക്കലും അപ്പാനി ശരത്തൊക്കെ എത്ര മനോഹരമായി അവന് കുറച്ചുകൂടെ സമയം കൊടുത്തറിയാം. അതിനൊക്കെ വേറെ പേരുണ്ട് സീരിയലിലുള്ള, പേര് ഓർമ്മ വരുന്നില്ല, ജിഷിനൊക്കെ കുറച്ചുകൂടെ സമയം കൊടുത്തുകൂടായിരുന്നു. അതേ കണക്ക് ആര്യനെ മറ്റേ ബെസ്റ്റ് 5-ൽ കൊണ്ടുള്ള വ്യക്തിയല്ലേ. എത്രയോ നല്ല ആൾക്കാരെ പിടിച്ച് ഔട്ടാക്കി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അവരെന്താ തീരുമാനം അതേ നടക്കത്തുള്ളൂ. ജനങ്ങൾ മണ്ടരാവുകയാണെന്നുള്ളതാണ് കറക്റ്റ് കാര്യം തന്നെയാണ് പുള്ളി പറഞ്ഞത്. ഈ 16 ലക്ഷം രൂപ കൊടുത്തിട്ട് പോയി ആ ഒരു കപ്പ് മേടിച്ചുകൊണ്ട് വരുന്നത് ഓസ്കാറിന്റെ വലിയ മൂല്യമുള്ള കപ്പം കാണുമെന്നോ, അല്ലെങ്കിൽ ഇത് വല്ല ഡയമണ്ടോ വല്ല ഗോൾഡോ കാണാൻ കൊണ്ട് നിർമ്മിച്ച കപ്പം കാണാമെന്നോ. എത്രയും 16 ലക്ഷം രൂപ എണ്ണി കൊടുത്തിട്ട് PR-ന് കൊടുത്തിട്ട് പോയി ഇത് മേടിച്ചുകൊണ്ട് വരാനെ കൊണ്ട്, അപ്പോൾ അത്രയും വലിയ ഒരു സംഭവമായിട്ടുള്ളൊരു കപ്പല്ലെന്നാണ് ഫിറോസ് പറയുന്നത്. അത് ശരി തന്നെയാണ്, കറക്റ്റ് കാര്യം തന്നെയാണ് അല്ലേ. പുള്ളി പറഞ്ഞത് കറക്റ്റ് പോയിന്റ് തന്നെയാണ്. അപ്പം അത്രയും എന്തായാലും തലയിൽ കൂടെ താമസമില്ലാത്ത ആളാണ് അനു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളിക്കാരി തന്നെ പല ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ അനു പൈസ അത്രയും സേവ് ചെയ്തിട്ടാണ്, അത്രയും പൈസയുടെ വില മനസ്സിലാക്കി സേവ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്നാണ് അനു എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും 16 ലക്ഷം രൂപ എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് കപ്പ് മേടിച്ചുകൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനു തന്നെ പറഞ്ഞിട്ടുണ്ട്, 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ ഇതിലേക്ക് പോകത്തില്ലായിരുന്നു, ഇതിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ 16 ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇതിനകത്ത് ഇവർക്ക് എന്തുകൂടെ കിട്ടുന്നത്? 50 ലക്ഷം രൂപയിൽ ടാക്സ് അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് എന്താണ് കിട്ടുന്നത്? വെറും 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും 100 ദിവസം അവിടെ പോയി കടന്നിട്ട് ഇത്രയും ത്യാഗവും ഇത്രയും ബുള്ളിങ്ങും ഇത്രയും ഡീഗ്രേഡിങ് ഒക്കെ അനുഭവിക്കുന്നത്. അതും കൂടെ ചിന്തിച്ച് നോക്കുക. എന്നാലും 16 ലക്ഷം രൂപ കൊടുത്ത്
പോകത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മതി. പിന്നെ ഈ ടോപ്പ് 5 കാര്യം പറയുന്നുണ്ട്, അതും കറക്റ്റ് കാര്യങ്ങളാണ്. ഞാൻ അതാ പറഞ്ഞത്, നമ്മളിപ്പം ഇപ്പം വോട്ടിങ് ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് പിന്നത്തെ കാര്യമാണ്. പിന്നെ ആരാ ജയിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അഭിപ്രായം പറയാം. അപ്പം മാക്സിമം നമ്മൾ വോട്ട് ചെയ്യുക. പിന്നെ ഈ PR സംഭവം, അത് ഞാനിവിടെ തെളിവ് സഹിതം ഞാൻ ഇവിടെ കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR വോട്ട് എങ്ങനെ കയറ്റി കൊടുക്കുന്നതെന്ന് വാട്സാപ്പ് വഴിയാണ്, വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു 2000 വോട്ട് വേണമെങ്കിൽ അതിൽ ഒരു 3000 വോട്ട് വേണമെങ്കിൽ നമുക്ക് ആർക്കാണോ PR കൊടുക്കേണ്ടത്, ആർക്കാണോ വോട്ട് കയറ്റേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത്. അതുപോലെ 1,00,000 രൂപ 1,50,000 രൂപ അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കുവാണെങ്കിൽ, ഇത്ര വോട്ടിന് ഇത്ര രൂപ കൊടുക്കണമെന്ന് പറയുവാണെങ്കിൽ സുഖമായിട്ട് വോട്ട് അടിച്ച് കയറ്റി കൊടുക്കും. അപ്പം ഇവിടെ ഞാനൊരു ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. PR ഗ്രൂപ്പാണ്, വോട്ട് കയറ്റി കൊടുക്കുന്ന ഗ്രൂപ്പാണ്. ഞാൻ ഇവിടെ വായിക്കാം, സൈഡിൽ വെക്കാം, വ്യക്തമാവുന്നത് അത് ക്ലിയർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഞാനത് വായിക്കാം. അവരുടെ ഗ്രൂപ്പാണ്, ഗ്രൂപ്പിൻ്റെ പേര് തന്നെ PR വോട്ടിംഗ്, ഗ്രൂപ്പിൻ്റെ പേര് തന്നെ PR വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടോ, PR വോട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിനകത്ത് ഇട്ടേക്കുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ടൈം നമുക്ക് എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരിക്കും, അത് നല്ലത് തന്നെ. പക്ഷേ അവർക്ക് വോട്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉള്ളത്? ഒരു പിണ്ണാക്കും കിട്ടാനില്ല. പകരം നമുക്ക് ഇത് ബിസിനസ്സായി കാണാം. ഓരോ വോട്ടിനും നിങ്ങൾക്ക് ലഭിക്കുന്നത് 10 രൂപ ആണ്. ആഴ്ചയിൽ നിങ്ങൾക്ക് 50 രൂപ ലഭിക്കും. നോക്കിയോണം എത്ര രൂപയാണെന്നപ്പം. ഓരോ വോട്ടിനും 10 രൂപയാണ്. ആഴ്ചയിൽ ഒരു വോട്ട് ചെയ്യുവാണെങ്കിൽ ഒരാൾക്ക് 50 രൂപ കിട്ടും. അപ്പോൾ എത്ര രൂപ? 1000 വോട്ടാകുമ്പോഴത്തേക്ക് എവിടെ പോയെന്ന് നിങ്ങൾ നോക്കണം. ഓരോ ആഴ്ച ഓരോ ആളുകൾക്കായിരിക്കും ചിലപ്പോൾ വോട്ട് ചെയ്യേണ്ട വരിക. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ പറയും. നിങ്ങൾ അതിനനുസരിച്ച് വോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങളുടെ UPI ID ഓർ ഗൂഗിൾ പേ, GPay നമ്പർ കൂടി എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഇടുക. ഞായറാഴ്ച ഫണ്ട് വരും. അന്ന് തന്നെ നൈറ്റ് വീണ്ടും അടുത്ത ആഴ്ചയിലെ ആളുകളെ നമ്മൾ പറയും. സംഭവം മനസ്സിലായല്ലോ? ആരാണോ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇവരെ സമീപിക്കുന്നോ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ഇവർ ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത്. ഒരു വോട്ടിന് 10 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ എത്ര രൂപയുടെ കളിയാന്ന് നോക്കണം. അതാ പറഞ്ഞത്, ഇതൊരു ബിസിനസ്സാണ്. അതാദ്യം മനസ്സിലാക്കുന്നു. ഇത് ബിഗ് ബോസിനെക്കാളും ഏറ്റവും വലിയ ബിസിനസ്സാണ് വെളിയിൽ കിടക്കുന്ന PR ടീമുകൾ ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറേ മെസ്സേജസ് കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അക്ബറിൻ്റെ ടീമായിട്ട് കൈ കൊടുത്താലോ? ഈ ആഴ്ച എന്താണ് നിങ്ങളെ അഭിപ്രായം? അക്ബറിന് വോട്ട് കയറ്റാനുള്ള പരിപാടികളാണ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടോ. ആരായാലും നമുക്ക് വേണ്ടത് പൈസ. ആരുടെ വർക്ക് എന്നതിൽ പ്രസക്തിയില്ല. 2 ടീമായിട്ട് സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോലെ അല്ല. ഇത്തവണ നമുക്ക് ഫണ്ട് കുറച്ചധികം ചോദിക്കാം. ഇന്നത്തെ എവിക്ഷൻ ഒക്കെ കഴിഞ്ഞു. ടീമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് ആരാണോ കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് അവരുടെ കൂടെ അവർക്ക് നമ്മളെ വോട്ട്. അടിപൊളി. ഇപ്പോൾ ഫണ്ട് ആരാണോ കൂടുതൽ കൊടുക്കുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്ന കണ്ടസ്റ്റൻസുകൾ, ഇപ്പം അക്ബറിൻ്റെ അല്ലെങ്കിൽ അനീഷിൻ്റെയോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഇവരെ PR, അനീഷിൻ്റെ PR ഇവരെ സമീപിച്ചു, ഇത്ര രൂപ തരാമെന്ന് പറയും. അപ്പം അക്ബറിൻ്റെ PR ഇവരെ സമീപിക്കുന്നു. അപ്പം അനീഷിൻ്റെ ആൾക്കാർ കൊടുക്കുന്നതിലും കൂടുതൽ പൈസ അക്ബറിൻ്റെ PR കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വോട്ട് കൊടുക്കുക. അപ്പോൾ ഇവർ തമ്മിലൊരു ബാർഗനിങ് ആണ്. ഇത് സംഭവം നടക്കും. ഇതുപോലെ വേറെ ആൾ തന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾ ഇന്ന ആൾ തന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ കൂടുതൽ തരുവാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് തരും അന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ബിസിനസ് ഡീലൊക്കെ അവിടെ നടക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വമ്പൻ കളികൾ നടക്കും. നിങ്ങൾ വിചാരിക്കാത്ത ആളായിരിക്കും വിൻ ചെയ്യുന്നത്. അനുവിനെയാണ് നിങ്ങൾ കപ്പ് മേടിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് വോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ടും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. സീ യു.